സാദിഖ് അലി തങ്ങൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ കേസെടുത്തു. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. മുസ്ലിം ലീഗ് നൽകിയ പരാതിയിലാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച സൈബർ ഹാൻഡിലുകൾക്കെതിരെയും ലീഗ് പരാതി നൽകും. ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്നത് CPM സൈബർ ഹാൻഡിലായ അഫ്സൽ പാണക്കാട് മാത്രമാണ്. ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ച് അറിയില്ലെന്ന് അഫ്സൽ പാണക്കാട് പ്രതികരിച്ചു. മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അസ്ലം, ഈ വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. അതിനു പുറമെ ഇപ്പോൾ ആരോപണം കൂടുതൽ ഉയരുന്നത് CPM സൈബർ ഹാൻഡിലുകൾക്ക് നേരെയാണ്. പ്രത്യേകിച്ച് അഫ്സൽ പാണക്കാട് ഈ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ച് അക്കൗണ്ട് ഫോളോ ചെയ്തതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. എന്തൊക്കെ സംഭവിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട്? ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു പടം മോർഫ് ചെയ്ത രീതിയിൽ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം നടന്നത്. അതിനെതിരെ അപ്പോൾ തന്നെ മുസ്ലിം ലീഗ് സൈബർ പോലീസിൽ പരാതി നൽകി. സൈബർ പോലീസ് മുസ്ലിം ലീഗിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. വ്യാജരേഖ ചമക്കൽ, അപകീർത്തിപ്പെടുത്തൽ, പ്രകോപന സൃഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ BNS-ന്റെയും IT ആക്ടിന്റെയും കേരള പോലീസ് ആക്ടിന്റെയും വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ അന്വേഷണം സൈബർ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളെന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ഈ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു അക്കൗണ്ടാണ്. അത് VPN ഉപയോഗിച്ചുകൊണ്ട് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള അതായത് വ്യാജമായ അക്കൗണ്ട് സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ അക്കൗണ്ട് ചെയ്യുന്നത്. തായ്വാനിൽ നിന്നാണ് ഈ അക്കൗണ്ട് ഈ കമ്പ്യൂട്ടറിലേക്ക് ചേർത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചില വിവരങ്ങൾ നൽകുന്നത്, അതായത് വ്യാജ പ്രചരണം ആണ്, പ്രാഥമികമാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു വിവരങ്ങളാണ് പോലീസിനും ലഭിച്ചിരിക്കുന്നത്. അത്തരം വിവരങ്ങൾ പോലീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇതിൽ ഇപ്പോൾ ഒരു സൈബർ വാർ കൂടെ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഒറ്റ പോസ്റ്റ് വന്ന FB അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്നത്, ആ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്നത് അഫ്സൽ പാണക്കാട് എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു പ്രമുഖ CPM സൈബർ ഹാൻഡിൽ അക്കൗണ്ടിനെയാണ്. അതായത് അഫ്സൽ ഇതിലേക്ക് ഫോളോ ചെയ്തതല്ല, ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന അഫ്സൽ പാണക്കാടിനാണ്. അതുകൊണ്ട് തന്നെ അത് മുൻനിർത്തിക്കൊണ്ട് UDF സൈബർ ഹാൻഡിലുകൾ അഫ്സൽ പാണക്കാടിനെതിരെ വ്യാപകമായ പ്രതിഷേധ പോസ്റ്ററുകൾ ഇടുന്നുണ്ട്. ഇതിന് പിന്നിൽ ഇയാളാണ്, അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വേണമെന്ന രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അഫ്സൽ പാണക്കാട് ഇതിനെതിരെ വിശദീകരിച്ചുകൊണ്ടൊരു ഇറക്കിയിരുന്നത് 81K ഫോളോവേഴ്സ് ഉള്ളൊരു അക്കൗണ്ടാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെ ഇത് ഫോളോ ചെയ്യുന്നതെന്ന് ഫിൽട്ടർ ചെയ്യാണെന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തെറ്റായ ആരോപണമാണ്, തനിക്കെതിരെ താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തുറന്ന് പറയുന്ന ഒരാളാണെന്ന രീതിയിൽ അഫ്സൽ പാണക്കാടും ഇതിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പുതിയൊരു നീക്കം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ വന്ന പ്രചരണം വന്ന FB അക്കൗണ്ട് അത് ഷെയർ ചെയ്തത് ആൾക്കാർക്കെതിരെ കൂടി പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചത്. കാരണം വ്യാജമായി ഉണ്ടാക്കിയ അക്കൗണ്ടാണെന്ന് പ്രാഥമികമായി തന്നെ തോന്നുന്ന രീതിയിലുള്ള ഈ പ്രചരണത്തിനെ വീണ്ടും അത് ഷെയർ ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റായ പ്രചരണത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവർ എന്ന അർത്ഥത്തിൽ അവർക്കെതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. CPM സൈബർ ഹാൻഡിൽസിലാണ് പലതും ആദ്യഘട്ടത്തിൽ ഷെയർ ചെയ്തത് എന്നാണ് ലീഗർ പറയുന്നത്. അവരുടെ പ്രൊഫൈലുകളുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മലപ്പുറം സൈബർ പോലീസിൽ വീണ്ടും ഒരു പരാതി കൂടി നൽകുക. എന്തായാലും ഇതിന് പിന്നാലെ നിയമപരമായ കർശനമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സൈബർ പോലീസ് ഈ വിഷയത്തിൽ വ്യാജരേഖ ചമക്കൽ വകുപ്പ് ഉൾപ്പെടെ കേസെടുത്തിരിക്കുന്നതിന് പുറമെ ഇപ്പോൾ ഈ അഫ്സൽ പാണക്കാടിന്റെ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതൊരു CPM ലീഗ് വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരോപണങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടോ? സൈബർ രംഗത്ത് അത് പ്രകടമാണോ? സൈബർ രംഗത്ത് ഇപ്പോൾ ഒരു UDF ലീഗ് പരസ്പര ആക്രമണമായി തന്നെ മുന്നോട്ട് മാറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇന്നലെ ആ പോസ്റ്റ് വന്ന സമയത്ത് പല സൈബർ ഹാൻഡിലുകളും ഇത് സംബന്ധിച്ചുള്ള ഇത് ആയിരക്കണക്കിന് മഹലുകളെ കാലിയാണ് ഇദ്ദേഹത്തിനെതിരായ ആരോപണം എന്താണെന്ന് അന്വേഷിക്കുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. അതേസമയം അത് പോലീസിൽ പരാതി എടുത്തതിന് ശേഷം പിന്നീട് പറ്റിയ രീതിയിൽ വന്നില്ലെങ്കിൽ പോലും അതിന് പിന്നാലെ UDF ഹാൻഡിലുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഹാൻഡിലുകൾ കൃത്യമായി തന്നെ CPM സൈബർ ഹാൻഡിലുകളാണ് അതിന് പിന്നിലെന്നും അഫ്സൽ പാണക്കാടാണ് ഇതിന് പിന്നിലെന്ന രീതിയിൽ അവർ ആക്രമണം നടത്തുന്നുണ്ട്. അവർ വിശദീകരണവുമായി അവർ രംഗത്തും വരുന്നുണ്ട്. ഡോക്ടർ KT ജലീൽ ഇതിൽ സാദിഖ് അലി തങ്ങൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറുപ്പകാലം മുതൽ തന്നെ അടുപ്പമുള്ള ആളാണ്. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ മാപ്പർഹിക്കാത്ത കുറ്റമാണ്, ഈ വ്യാജ പ്രചാരണം നടക്കുന്നത്. അതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ KT ജലീലും FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പൊതുവെ രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാരൊക്കെ തന്നെയും UDF മാത്രമല്ല മറ്റുള്ളവരൊക്കെ തന്നെയും സാദിഖ് അലി തങ്ങൾക്കെതിരെ പിന്തുണയുമായി FB സാമൂഹ്യ മാധ്യമങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്.